കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചേച്ചിക്ക് മാത്രല്ല, DKക്ക് ഉറക്കം വന്നിട്ടില്ല. അവിടെ ഈ നടപ്പ് തന്നെയാ. ആര് പറഞ്ഞു? പറയടി, ഹിറ്റ്ലർ ഉറങ്ങിയില്ലേ? വേണേ വിളിച്ച് അന്വേഷിക്കും. പറയാനേ എനിക്കിപ്പോ മനസ്സിൽ. ഇതാണോ ചേച്ചി ഈ ദിവ്യപ്രേമം എന്നൊക്കെ പറയുന്നത്? പിന്നെ ദിവ്യപ്രേമം മാങ്ങാ തൊലി. നീ എന്താ വാങ്ങിക്കുവേ? ഇറങ്ങി പോടി അവിടുന്ന്. അയ്യോ, ഇത് എന്റെയും കൂടെ റൂമാ. അത് ഓർമ്മ വേണം, മറക്കല്ലേ. ഇക്കരയാണെന്റെ താമസം, അക്കരയാണെന്റെ മാനസം. നിന്നെ ഞാനുണ്ടോ? ഇക്കരയാണെന്റെ താമസം. പരമ ദുഷ്ടൻ. എല്ലാത്തിനും ആ ഹിറ്റ്ലർ ഒറ്റ ഒരുത്തിനോ കാരണം. My son, what happened? ചിത്ര പറഞ്ഞു നീ ഉറക്കം വരാതെ സൗത്തിലും നോർത്തിലൊക്കെ നോക്കി കിടക്കുകയെന്ന്. അതിന് അമ്മയ്ക്ക് എന്ത് വേണം? നോ, എനിക്കൊന്നും വേണ്ട. ബട്ട് ഐ നോ, അവളെ കാണാഞ്ഞിട്ട് നിനക്ക് ഉറക്കം വരുന്നില്ലല്ലേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഉറങ്ങിക്കോളാം. അമ്മ ഒന്ന് പോകുന്നുണ്ടോ? എന്തിനാ ചിരിക്കുന്നത്? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. My son, this is real love. ജ്യോതിയല്ലാതെ ഈ ജന്മത്തിൽ നിനക്ക് വേറൊരു വൈഫില്ല. അവളില്ലാതെ വേറൊരു ലൈഫും ഇല്ല. എടാ കണ്ണ, നീ പോയിട്ട് അവളെ വിളിച്ചോണ്ട് വാടാ. യു കോൾ, ഷീ കം. അമ്മ ഒന്ന് പോകുന്നുണ്ടോ? എനിക്ക് ആ ബേക്കറി കാണുന്ന തന്നെ കഴിയാ. എനിക്ക് ഉറക്കം വരാത്ത അതുകൊണ്ടൊന്നുമല്ല, കൊതുക് കടിച്ചിട്ടാ. കൊതുക് കടിച്ചിട്ടോ? അമ്മ ഒന്ന് പോയേ, എനിക്ക് ഉറക്കം വരുന്നു. ചെല്ലു. എടി, അവന്റെ മനസ്സിലെ ജ്യോതിമോളോട് ലവ് ഉണ്ട്. എന്നാ പിന്നെ DKക്ക് ജ്യോതിയോട് ഇതങ്ങ് പറഞ്ഞൂടെ? അവന് ജ്യോതിയോടുള്ള ലവിനേക്കാൾ കൂടുതൽ സുപ്രിയോട് ലവ് ഉണ്ട്. മരിച്ചുപോയ ഭാര്യയെ ഓർക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജീവിതകാലം മുഴുവൻ ആ ഓർമ്മയിലങ്ങ് ജീവിക്കാന്ന് പറഞ്ഞ ചില ലവുകൾ ഇങ്ങനെയാ വേണ്ടി. മരിച്ചുപോയ വൈഫിന് വേണ്ടി ലൈഫ് മുഴുവൻ വെളിയിട്ട് ജീവിച്ച ഒരു ഹസ്ബൻഡിനെ എനിക്കറിയാം. ജ്യോതിയുടെ അവനെ ലവ് ഒക്കെ ഉണ്ട്, പക്ഷേ കാണിക്കാൻ പറ്റുന്നില്ല. അത് സുപ്രിയോട് ചെയ്യുന്ന തെറ്റാണോ എന്ന് അവന്റെ മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇനിയിപ്പോ ലവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവള് പോയില്ലേ? അമ്മ പോയി വിളിച്ച ജ്യോതി തിരിച്ചു വരും. അമ്മേ, ജ്യോതി ഈ വീട്ടിൽ വേണം. അമ്മ പോയി വിളിക്കണം. എന്നിട്ട് എന്തിനാ ലൈഫ് മുഴുവൻ അവളെ ഇവിടെ സങ്കടപ്പെടുത്താനോ? അതോ ഇനി ആ പാവത്തിനെ വിഷം കൊടുത്ത് കൊല്ലാനോ?
വേണ്ട, അവളെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ആരാണ് അവൾക്ക് വിഷം കൊടുക്കാൻ നോക്കിയെന്ന് നമുക്ക് അറിയണ്ടമ്മ. നീ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ബാക്കി 4 പീപ്പിൾസിനെയും എനിക്ക് വിശ്വാസമില്ല. എന്നിട്ട് DK ചോദിച്ചപ്പോ അവരാരും ഏറ്റില്ലല്ലോ. വാട്ട് യു ടോക്കിംഗ് ബേബി? അവരതെങ്ങനെ ഏൽക്കും? DK അവരെ ഫ്രൈ ചെയ്ത് വെയിലത്ത് വെക്കില്ലേ? അമ്മ, ജ്യോതി തിരിച്ചു വരണം. അവളോട് ഈ ചതി ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതാരായാലും അവർക്കുള്ള ശിക്ഷ കിട്ടിയേ തീരൂ. അമ്മ പോയി വിളിക്കണം പ്ലീസ്. അമ്മ. നോ, ഐ നോ കോഡ്. അവന് വൈഫിനെ വേണമെന്ന് തോന്നുമ്പോ അവൻ തന്നെ പോയി വിളിക്കട്ടെ. എനിക്ക് അവളെ കാണണം തോന്നുമ്പോ ഞാൻ അങ്ങ് പോയി കണ്ടോളാം. അമ്മേ, DKക്ക് മാത്രമല്ല ഉറക്കമില്ലാത്തത്. ജ്യോതി ഇതേ അവസ്ഥയില. ഞാൻ പ്രിയെ വിളിച്ചായിരുന്നു. ഉറക്കം വരാതെ ജ്യോതിയും DK പോലെ നടക്കുക. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ് അമ്മ വിളിച്ച ജ്യോതി വരും. വരും, ഐ നോ, ബട്ട് ഐ നോ കോഡ്. ഞാൻ അവളെ വിളിക്കില്ല. എന്താ ചേച്ചി, എന്തു പറ്റി? ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നോ? DK ആണോ? അതെ, ഹിറ്റ്ലറിനെ ആരോ കത്തി കൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിക്കുക. അത്ര ഉള്ളന്നോ? ഒരാളെ കൊല്ലാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ നിനക്ക് ഇത്രയ്ക്ക് നിസ്സാരാ? പിന്നല്ലാതെ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റുന്നതിന് നമുക്കെന്താ? ചത്തുപോയാ അയ്യോ ചത്തു. ഗുരുതരമായ പരിക്കാണെങ്കിൽ എങ്ങനെയുണ്ട്, എത്ര ദിവസം കിടക്കണം എന്നൊക്കെ ചോദിക്കാം. ചുമ്മാ ഒരു മനസ്സുഖം കിട്ടുമായിരിക്കും. ദുഷ്ടയാടേ നീ. ഞാൻ സ്വപ്നം കണ്ടത് വേറെ വല്ലവരെ കുറിച്ചാ അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചിയുടെ ആരാ പുള്ളി? കാമുകനോ? അതോ ഇനി ഭർത്താവായിട്ട് ചേച്ചി ഇപ്പോഴും കരുതുന്നുണ്ടോ? ചേച്ചി അവിടെ കാണും മര്യാദ കിടന്ന് ഉറങ്ങി ചേച്ചി. ആരെങ്കിലും കുത്തിയത് സ്വപ്നം കണ്ട ചേച്ചിക്ക് ഇപ്പൊ എന്തുവാ? കിടന്നുറങ്ങി ചേച്ചി. നന്ദിയില്ലാത്തവളെ, ഇതിനാണോ നീ ഇത്രയും നാളും ഏട്ടാന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നത്? ആ മനുഷ്യൻ നിന്റെ കല്യാണം നടത്താൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? നിനക്ക് വേണ്ടി ആ അവിനാശിനോട് എത്ര തവണ വഴക്കിട്ടിട്ടുണ്ടെന്നറിയോ? എന്നിട്ട് നന്ദിയോട് പറയുന്നോ? ഹലോ, ഡിവേഴ്സ് പെറ്റീഷൻ ഒപ്പിട്ടിട്ട് വന്നിട്ടാ ഈ ന്യായം പറയുന്നത് മറക്കണ്ട. കോടതിയിൽ വിവാഹമോചനം കിട്ടി പിരിഞ്ഞു കഴിഞ്ഞാ പിന്നെ DKയും ചേച്ചിയും അപരിചിതരായ 2 മനുഷ്യന്മാര് മാത്രമാ. അപരിചിതരോ? സോറി, പരിചയമുണ്ട് പക്ഷെ സുഹൃത്തുക്കൾ. അത്രേ ഉള്ളേ. അല്ലെങ്കിൽ പിന്നെ അങ്ങ് സമ്മതിക്ക്. എന്ത് സമ്മതിക്കാൻ? ചേച്ചിക്ക് ഒരിക്കലും DK മറന്ന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ആ മഹാസത്യം. അയ്യടാ, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല? നീ ഇപ്പൊ പറഞ്ഞ പോലെ. ഓ, എന്നിട്ടാണോ ഒരു സ്വപ്നം കണ്ടതിന് കിടന്ന് ഈ ബഹളം വെക്കുന്ന? കൊള്ളി, പെരും കൊള്ളി. വിളിച്ചു ചോദിക്കാ ഫോൺ എടുത്ത്. എന്ത്? വൈകിട്ട് അത്താഴത്തിന് നല്ല പുളിശ്ശേരി ഒഴിച്ചിങ്ങനെ കുഴച്ച് കഴിച്ചായിരുന്നോന്ന്. മര്യാദക്ക് വിളിക്കുക ചേച്ചി. എന്തെങ്കിലും കുഴപ്പം പറ്റിട്ടുണ്ടോ എന്ന് വിളിച്ച് ചോദിക്ക. അതെ, ഈ നെഞ്ചിനുള്ളിൽ നിന്ന് DK ഇറക്കി വിടാൻ ചേച്ചിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിനൊരു പോരലേറ്റ ചോര ഒലിക്കുന്നത് ഈ നെഞ്ചിനകത്തുനിന്നായിരിക്കും. അതങ്ങ് സമ്മതിക്കാൻ എന്താ ഇത്ര മടി? സത്യമല്ലേ?
ആ അല്ലെങ്കിൽ പിന്നെ ഡിക്ക് കുത്തുകൊള്ളട്ടെ. അയ്യോ, ഇങ്ങനൊന്നും പറയല്ലേ. അപ്പൊ സത്യമാണ്. അമ്മടി കള്ളി. വിളിക്ക്. പ്രിയേ, നീ ഒന്ന് വിളിക്ക. അയ്യടാ, അങ്ങനെ ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് ആ ശബ്ദം കേട്ട് അങ്ങനെ സൂയിക്കണ്ട. വേണമെങ്കിലേ നേരിട്ട് അങ്ങ് വിളിച്ചാ മതി. ഗുഡ് നൈറ്റ്. അല്ല, അത് പ്രിയേ, നീ ഒന്ന് വിളിക്കടി. ഹലോ, എന്താടി ബേക്കറിക്കാരി വിളിച്ചിട്ട് മിണ്ടായിരിക്കുന്നേ? പാതിരയ്ക്ക് ആളെ കളിയാക്കാൻ വിളിച്ചാണോ? പാതിരാത്രി ഫോൺ നോക്കി ഇരിക്കലാണോ നിങ്ങളുടെ പണി? ഞാൻ വിളിക്കുന്നതും കാത്തിരുന്നതായിരിക്കും അല്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ചിലപ്പോ ഉറങ്ങും, ഉറങ്ങാതിരിക്കും. അതൊക്കെ എന്റെ സൗകര്യം. നീ ആരാ ചോദിക്കാൻ? മര്യാദയ്ക്ക് വിളിച്ച കാര്യം പറഞ്ഞിട്ട് ഫോൺ വെക്കടി. അത് പിന്നെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? അല്ല, ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. പോത്ത് പോലെ കിടന്നുറങ്ങിയ സ്വപ്നം കാണും. അതിനിങ്ങനെ മറ്റുള്ളവരെ വിളിച്ച് ഉറക്കം കളയണോ? എന്തടി മിണ്ടാത്തത്? നിന്റെ നാ ഇറങ്ങിപ്പോയോ? അതെ, ഭക്ഷണം കഴിച്ചായിരുന്നോ? ഞാൻ ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നിനക്കെന്താ? വെച്ചിട്ട് പൊടി, അഹങ്കാരി. ഹലോ, ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും ഒരു നല്ല വാക്ക് പറഞ്ഞോ? എന്തെങ്കിലും കഴിച്ചോ? നീ ഇതുവരെ എന്താ ഉറങ്ങാത്തത്? എന്തെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? നല്ല കണക്കിന് കിട്ടിയല്ലേ? അവിടെ കുഴപ്പമൊന്നുമില്ല. ആണോ? എന്നാ എനിക്ക് കിടന്ന് ഉറങ്ങാം. വാ. ഇത്രയും ചൂടാകണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ ഒന്നും അവൾ സ്വീകരിച്ചില്ല. എന്തെങ്കിലും ദുസ്വപ്നം കണ്ടിട്ടായിരിക്കും വിളിച്ചത്. വേണ്ട, അത്തരം ചിന്തയൊന്നും വേണ്ട. എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അവൾ ഒഴിഞ്ഞു പോയത് നന്നായി. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാനല്ലാതായി മാറിയേനെ. മറ്റുള്ളവർക്ക് മുന്നിലെ ഗൗരവക്കാരനും പരുക്കനുമായ ഹിറ്റ്ലറുടെ ചിത്രം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒന്നുകൂടി വിളിക്കണോ? അയ്യോ വേണ്ടായേ. പറയാം. അമ്മ, മോളെ, അമ്മ അമ്മ എന്ത് പണിയെ കാണിച്ചേ? എന്നെ ഒന്ന് വിളിക്കാറുന്നില്ലേ അമ്മ? സാരമില്ല ബേട്ടി, ഞാൻ വന്നപ്പോ നേരം വെളുത്തില്ലായിരുന്നു. ശോ,
നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. കൊള്ളാം. അമ്മ അകത്തേക്ക് വാ. ബേട്ടി, ആ? അമ്മയ്ക്ക് ഇന്നലെ നൈറ്റിലേ ഒട്ടും സ്ലീപ്പിംഗ് വന്നില്ല. ദേ എന്റെ 2 ഐസിലേ നിന്റെ ഫേസ് ആയിരുന്നു. അമ്മ പിന്നെ ഇങ്ങോട്ട് വരുന്ന കാര്യം അവിടെ ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? അവരൊക്കെ ഇപ്പൊ അമ്മ അന്വേഷിക്കില്ലേ? കാണാതാവുമ്പോ വിഷമിക്കില്ലേ? വാട്ട് വിഷമം? നോ വിഷമം. ഞാൻ ഇനി അങ്ങോട്ട് തിരിച്ച് നോ ഗോ. പിന്നെ അമ്മ എങ്ങോട്ട് പോവും? ഞാൻ നിന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടെ. അമ്മയ്ക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല ബേട്ടി. പറയടി, നീ എന്നെ ഇവിടെ താമസിപ്പിക്കുവോ? എന്താ സംശയം? ഇതുപോലൊരു അമ്മയെ ആരാ വേണ്ടെന്ന് പറയാ? അമ്മ വാ. ബേട്ടി, സംഭവിച്ചതൊന്നും ഗുഡായതൊന്നും അല്ല. പക്ഷേ മോള് അമ്മയുടെ കൂടെ വരണം. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആദ്യം ഞാൻ അമ്മയ്ക്ക് നല്ലൊരു ചായ ഇട്ട് വരാം. എന്റെ അമ്മ വാ. അതെ, എനിക്ക് നല്ല സ്വീറ്റ് ടീ വേണം. എടി, എനിക്ക് മധുരമുള്ള ടീ വേണോ? നിനക്കത് അറിഞ്ഞുകൂടെ എനിക്ക് മധുരമുള്ള ടീ വേണോന്ന്? Come on. Come on, come on. Come on, Betty. Come on. ഞാൻ ഈ വരവ് പ്രതീക്ഷിച്ചതാ. എനിക്കറിയായിരുന്നു അമ്മ രാവിലെ ഇവിടെ എത്തുമെന്ന്. നിനക്കെന്താ ജോത്സ്യം വല്ലതും വശമുണ്ടോ? ആ, ഇതിന് കവടി നിരത്തി ജോത്സ്യം ഒന്നും നോക്കണ്ട കാര്യമില്ല. വെരി ഗുഡ്. നല്ല സ്വീറ്റ് ചായ. പത്മാവതി അമ്മയ്ക്ക് എന്റെ മോളോടുള്ള സ്നേഹം മറന്നിട്ടല്ല ഞാൻ ഇവിടെ ഇങ്ങ് കൊണ്ടുപോകുന്നത്. വേറെ വഴിയില്ലഞ്ഞിട്ടാ. മറ്റെന്തും ഞാൻ സഹിക്കും. പക്ഷേ എനിക്ക് എന്റെ മോളുടെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല. എന്നാലും ആരാ പത്മാവതി അമ്മേ ഇവൾക്ക് വിഷം കൊടുത്തത്? അശാലതേ, ആ കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ നമ്മളൊന്നും സംസാരിക്കണ്ട. അതൊന്നും പത്മാവതി അമ്മയുടെ തെറ്റല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോ പത്മാവതി അമ്മ നമ്മുടെ മോളെ കാണാനാ വന്നത്. സുധാകരൻ നായരെ, യു ആർ എ ഗുഡ് ഫാദർ. ആശാലതയുടെ ക്വസ്റ്റ്യൻ കറക്റ്റാ. ഏത് മദറും ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും. പക്ഷേ നോ ആൻസർ. എനിക്കൊന്നും അറിയില്ല ആശാലത. അവൻ എല്ലാരും നിരത്തി നിർത്തി ക്വസ്റ്റ്യൻ ചെയ്തു. എന്നിട്ട് ആരും ഏറ്റില്ലേ? ആരേൽക്കാൻ? എല്ലാരും ഹാൻഡ് വാഷ് ചെയ്തു. മനസ്സിലായില്ലേ? കൈ കഴുകിന്ന്. ആരും ഏറ്റില്ല. അവനെല്ലാവർക്കും ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിരിക്കുക. എന്നിട്ട് എന്തു പറഞ്ഞു DKയുടെ മരുമക്കള്? നോ ആൻസർ. അവരിപ്പോഴും പറയുന്നത് ഇവള് സൂസൈഡ് ചെയ്യാൻ നോക്കിയെന്ന. ബേട്ടി, യുവർ ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. മൈ ലിറ്റിൽ കണ്ണൻ, അവൻ ഒരു കുഴപ്പം വരാതെ നിന്നെ കാത്തുകൊള്ളു. അല്ല, നിനക്ക് ആരെങ്കിലും ഡൗട്ടുണ്ടോ മോളെ? ഇല്ലമ്മ, എനിക്കവിടെ ആരെയും സംശയമൊന്നുമില്ല. നീ ഇന്നസെന്റ് ആയതുകൊണ്ട് തോന്നുന്നതാ. അവരിൽ ഒരാൾ തന്നെയായിരിക്കും ഇത് ചെയ്തത്. ബേട്ടി, യു കം വിത്ത് മീ. നമുക്കിത് ചെയ്തവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം. സുധാകരൻ നായരെ, ഇവളെ എന്റെ കൂടെ അയക്കണം. എന്റെ സണ്ണിനോട് ഞാൻ സംസാരിച്ചോളാം. അത് വേണ്ട പത്മാവതി അമ്മേ.
എന്റെ മോളുടെ ജീവൻ വെച്ച് ഒരു പരീക്ഷണത്തിന് ഇനി എനിക്ക് വയ്യ.